ഹലോ എവ്രി വൺ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സസ്പെൻസ് ത്രില്ലർ മൂവീൻ്റെ റിവ്യൂ ആണ്. കുറച്ച് പഴയ പടമാണ്, ഹോളിവുഡ് മൂവിയാണ്. 2013 ഇറങ്ങിയ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിൽ ആക്ച്വലി അഭിനയിച്ചേക്കുന്നത് ഹ്യൂ ജാക്ക്മാൻ, നമ്മുടെ എക്സ്മെൻ മിസ്റ്റർ നമ്മുടെ ലോഗൻ. ഓക്കെ, പുള്ളിയാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ. പിന്നെ ഇതിൽ ജയ് ഹിലനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സ്പൈഡർമാനിലൊക്കെ മിസ്റ്റീരിയോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പുള്ളിയാണ്. ഇത് ആക്ച്വലി 2013 റിലീസ് ചെയ്തൊരു മൂവിയാണ്. ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്, സജഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഇന്നലെ രാത്രി ഇരുന്ന് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരുന്ന് കണ്ട മൂവിയാണ്. പടം കംപ്ലീറ്റ്ലി ഒരു സസ്പെൻസ് ത്രില്ലർ ജോൺറ ആണെങ്കിൽ കൂടെ എനിക്കൊരു ഡ്രാമ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ ത്രില്ലറാണ്. അത്രയ്ക്ക് എക്സ്റ്റെൻഡഡ് ത്രില്ലർ അല്ല, പക്ഷെ നമുക്കൊരു സസ്പെൻസ് ഒരു സ്ലോ പേസിൽ പോകുന്ന ജോൺറയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നൈസൊരു മൂവി ആയിരിക്കും. ഇതിൽ ലീഡിങ് ക്യാരക്ടർ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്മെൻ ആയിട്ടുള്ള ആളും, പിന്നെ അതിൽ ഈ പറഞ്ഞ സ്പൈഡർമാനിലെ മിസ്റ്റീരിയോ ആയിട്ട് അഭിനയിച്ച ആ പുള്ളിയാണ് മെയിൻ ലീഡിങ് ക്യാരക്ടേഴ്സ്. പിന്നെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ സൈഡിലേക്കും ഞാൻ പോകുന്നില്ല. നമുക്ക് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പിള്ളേർ മിസ്സിങ് ആയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ സസ്പെൻസ് സംഭവങ്ങളും, പിന്നെ പിള്ളേരെ കണ്ടുപിടിക്കാൻ എന്താ പറയുക, ലോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പിള്ളേരുടെ ഫാദറിൻ്റെ കുറേ സീക്വൻസുകളും. ഓവറോൾ പടം ഞാൻ ആക്ച്വലി കണ്ടു തുടങ്ങി, പകുതിയോളം കണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. നല്ല ലേറ്റ് നൈറ്റ് ആയിട്ട് കണ്ട്. പക്ഷെ ആ ഒരു പടം അത് കണ്ടു തീർക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നു. ഉറക്കം വന്നാലും പിടിച്ചിരുന്ന് അതെന്താണ് ലാസ്റ്റ് വരെ എന്നുള്ള കാണാനുള്ള ആ ഒരു ത്വര ഉണ്ടാക്കുന്ന മൂവിയാണ്. അപ്പോൾ അതാണ് ആ മൂവിൻ്റെ മെയിൻ പാർട്ട്. അതിൻ്റെ സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോൺറ വർക്കായത് അങ്ങനെയാണ്. അപ്പോൾ പടം ഇപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ജോൺറ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ പടം പോയി കാണാം. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു കിടിലൻ മൂവീൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.